പശുവും കുതിരയൊക്കെ ഉണ്ട്. സൈക്കിളുമ്പോ പോകാല പീറ മാറി. ഇവനൊന്നും അറിയില്ല ഗൈസ്. ഇന്റർലെബിൽക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ളത് പശുവാണ് ഗൈസ്. ഈ കുതിരകളെ കണ്ടിട്ട് ഓളെ വിചാരിത് പ്രതിമ എന്നാണ്. എടുത്തേക്ക് വരും കുതിര. എടി ഇതൊക്കെ ഒരു തോട് ഇവിടെ. എന്താണത്? ഹലോ ഗൈസ്, അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാല് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ ഞങ്ങള് കരുതി ഒന്ന് ഇത് കൂടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങാന്ന് കരുതി. അപ്പോ ഇവിടുത്തെ ഓരോ കാടും കുന്നും മലയൊക്കെ ഒന്ന് കാട്ടിത്തരാന്ന് കരുതി. ഞങ്ങളിവിടെ ജർമ്മനിയിൽ ഒരു സിറ്റിയിലൊന്നല്ല ജീവിച്ചത്, ഇതേവരെ ഒരു ചെറിയ വില്ലേജിലാണ്. അപ്പൊ ആ വില്ലേജൊക്കെ ഒന്ന് കാട്ടിത്തരാന്ന് കരുതി. അപ്പൊ നമ്മള് രാവിലെ നല്ല പൂളി മീൻകറി നമ്മള് കൊണ്ടാട്ടുണ്ടാക്കി തന്നിക്കണ്. ചായ ഉണ്ട്. നമ്മള് നേരം വൈകിയെന്ന് നീച്ചെന്ന് 10 മണിക്കല്ല നീച്ച്. നല്ല പൂളിയും മീൻകറിയാണ് ഗൈസ്. ഞങ്ങൾ ഇതൊക്കെ തിന്നട്ടെ. നല്ലോണം പഴിച്ചിക്കണ്. നല്ല മത്തിക്കറി. നല്ല മത്തിക്കറി കഴിഞ്ഞ് നമ്മള് പോയിട്ട് പോകുമ്പോ കാണാം അല്ലേ? പിന്നെ കാണാം. ഹലോ ഗൈസ്, എവിടേക്കാണ് ഗൈസ്? ഒരുക്കി കെട്ടി നമ്മള് എവിടേക്കാന്നൊന്നുമില്ല, അങ്ങനെ ഇറങ്ങാൻ പോവാണ്. നമ്മളെ പൊണ്ടാട്ടി നല്ല മാറ്റി ഒരുങ്ങി ലുക്കായി നിക്കാണ്. അപ്പൊ സാനോ നമ്മളെങ്ങട്ടാ പോണേ? ഹലോ ഗൈസ്, ഇത് മറ്റേ നല്ല രസമുണ്ട്. ഇജ്ജ് പറ ഇന്ന് നമ്മളെങ്ങട്ടാ പോണേ? സൈക്കിൾ ഇങ്ങനെ ചവിട്ടി എടുക്കാനും പോവാൻ നിക്കാണ്. അപ്പൊ സൈക്കിൾ ഇവിടെ നടന്നാ പോണ്? സൈക്കിൾ മേലെ ഇതെന്താ പറയാ, ഓളടുത്താണ് ക്യാമറ എടുത്തോള് നോക്കിക്കോളും. അതല്ല, കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ. എന്താ തണുത്ത കാറ്റടിച്ചിട്ടോ? പുറത്ത് നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വല്യമാർക്കൊക്കെ ഒരു ഇതാണ് ഇവിടുത്തെ. ഇവിടെ വല്യമ്മ എങ്ങനെ ചവിട്ടി പോകാനുള്ളൊരു വണ്ടിയൊക്കെ കിട്ടും നമുക്ക് അല്ലേ? അപ്പൊ പേടിച്ചാല സാധനം ഇവിടെ അല്ലേ? ഓ എടുക്കാണോ? ഏത് വണ്ടി? എനിക്കിന്റെ വണ്ടി. ആർക്കാ വിളിക്കണേ? ഏതുവിന്? നമ്മള് വണ്ടി ചോദിച്ചാ നിക്കാണ്. എനിക്ക് പുതിയൊരു വണ്ടി വാങ്ങി തന്ന ബസ്സേ. നോക്ക്, ആണ്ടിലൊന്നുമല്ല, എല്ലാ ശനി ഞായറും നമ്മൾ സൈക്കിൾ പോകും. എന്താ അങ്ങനെ നമ്മളെ വണ്ടി എടുക്കണ്ട്. അപ്പൊ ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ എടുത്താണ്ട് ഇറങ്ങാണ് അല്ലേ? അങ്ങനെ കോട്ടടി എന്നാലേ പുളിച്ചാണെന്ന് പറയുള്ളൂ. അപ്പൊ ഞങ്ങള് ഇറങ്ങാണ്. നല്ല ഉറക്കക്ഷീണൊക്കെ ഉണ്ട്. എന്നാ പോയി ഇറങ്ങാം. തണുത്തിട്ടാണ് ഒന്നാമത്, പക്ഷെ എന്നാലും പോവുക നമ്മളില്ലേ? വണ്ടി പോണ്ട, ഞാൻ പോയി വരാം. പോയി വാ. അങ്ങനെ പുളിച്ചായി പോണ സ്റ്റാൻഡ് ബാവ് പോവാ. നോക്ക് അങ്ങനെ പോണ വഴിക്ക് നമുക്കൊരു പാർക്ക് പിന്നെ വരല്ലേ, വരുമ്പോ വരല്ലേ? എന്നാ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ അതിൽ ഇറങ്ങാണ്. അല്ലെങ്കിൽ വരുമ്പോ ഇറങ്ങാലോ സാനോ? ഇവിടെ കുതിര അത് ഇല്ല, അത് നമ്മക്ക് കേറി കാണാനൊന്നും പറ്റില്ല. ഇവിടെ ഒരു കുതിര ഫാം ഉണ്ട്, അത് കാണാൻ പറ്റാറില്ല. പോയൊക്കെ. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ഒരു കുതിരന്റെ ഫാം ഉണ്ട്, അത് കാണാൻ പോണ. ഇവന് പറ്റൂല, ഞാൻ പറഞ്ഞിട്ടോ കേക്കണില്ല. വീഡിയോ ഈ തണുപ്പത്ത് ഗ്ലൗസ് ഇടാ വീഡിയോ എടുക്കാൻ നയിപ്പാണേ. ഇജെന്തേ പറയണേ? ഇജെടുത്തോ? ഞാൻ എടുക്കും. എല്ലാവർക്കും എന്നെ കാണണം, എല്ലാരും ചോദിക്കാണ്.
വീഡിയോ എടുത്ത് പോവാനൊക്കെ ഇജ്ജ് പറഞ്ഞാല് സ്പോർട്സ്മാൻ അല്ലേ? ആണോ? വല്ല കാര്യായി. ഇവിടുന്ന് കുറച്ച് നടന്നാലൊരു കുതിരന്റെയും എല്ലാത്തിന്റെയും ഫാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിന് പോവുകയാണ്. അപ്പൊ സൈക്കിളുമ്പോ പോകാല്ല പീറ മാറി. ഇല്ല മാറിയിട്ടില്ല. ഞാൻ കുറച്ച് വീട് എടുത്തിട്ട് നോക്ക് നോക്ക് പറ. അവിടെ എന്തൊക്കെ ഉണ്ട്? പശു ഉണ്ട്. അവിടെ പശുവും കുതിരയൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളെ ഫാമല്ലല്ലോ. അല്ല, നമുക്ക് കാണോ നോക്കാലോ. കാരണം കുതിര പുറത്തേക്ക് വരലുണ്ട് കഴിച്ച്. ഞാൻ കണ്ടിക്കണേ കുതിര. നാളെ ദിവസം വന്നീ പുറത്തേക്ക്. അത് കരുതിയായി പോണത്. ഇന്ന് വരും. ഞാൻ 2 ആപ്പ് എടുത്താ മതി ചെക്ക് കൊടുക്കാന്. എന്തിന്? കുതിരക്ക് കൊടുക്കാന്. കുതിരക്ക് എനിക്ക് തരാൻ എന്തേലും ഞാൻ പറഞ്ഞാണ്ട് വെള്ളം അടുപ്പിച്ച. ആയിക്കോട്ടെ. എന്താ നോക്ക്, ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ വോൺഹൈമുകൾ. ഇവിടെയൊക്കെ പല പല നാട്ടിലത്തെ ആൾക്കാരാണ്. എന്താ പിന്നെ വോൺഹൈം പറഞ്ഞ മനസ്സിലാവാത്ത വോൺഹൈം വീട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകള്. ഇവിടെയൊക്കെ കൂടുതൽ തുർക്കിക്കാരല്ലേ? അങ്ങനത്തെ അറബി എന്താ വില്ല എന്താ പറയാ? അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റ്. നോക്കിയാ കുട്ടികൾ പോകുന്നത് കണ്ടോ ഗൈസ്? അപ്പോഴും പറഞ്ഞാണ് നടന്നു പോവാ. ഇതിപ്പോ സൈക്കിള് ഏറ്റണം, നടക്കും വേണം. അതായത് ഗൈസ് ഇതിന്റെ അപ്പുറത്തൊരു കാടുണ്ട്. സോറി, ഹലോ. ഇല്ല ട്ടോ, എന്നോട് ഹലോ പറഞ്ഞു. ഇവിടെ ഇതിന്റെ അപ്പുറത്തൊരു കാടുണ്ട് ഗൈസ്. അവിടെ അത് കേറി പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പിക്കാം. ഞങ്ങളൊരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ പോയി. അവിടെ എത്തിയപ്പോത്തിന് മൊത്തത്തില് ഭയങ്കര തണുപ്പില്ലേ? വേഗങ്ങൾ ഓടിപ്പോ. ഇന്നത്തെ വീഡിയോ മൊത്തം എടുക്കണേ നമ്മളെ പൊണ്ടാട്ടിയാണ്. അങ്ങനെ ബാഗ് നമ്മളെടുത്തിട്ടാ നിക്കണേ. ബാഗും ഞാൻ ഇന്നത്തെ വീഡിയോ മൊത്തം എടുക്കണേ നമ്മളെ പൊണ്ടാട്ടിയാണ്. അപ്പൊ നമുക്ക് കാണാ എങ്ങനെ സൈക്കിൾ ഇവിടെ വെക്കണോ? ഇപ്പൊ അങ്ങനെ ആയോ? കണ്ടോ പഠിക്കണ കുട്ടികള് രാവിലെ ഓക്ക് സൈക്കിൾ എടുക്കായിട്ട് സൈക്കിളോ പോകുക. ഞാൻ നിക്ക് വീഡിയോ എടുത്താ ഞാൻ ഓട്ടോയി. ഈ വീഡിയോ എടുത്താ മതി. ഈ സൈക്കിൾ ഓട്ടണ്ട. ഇന്ന് വീഡിയോ ഒന്ന് ചെയ്താ ഒന്ന് ഓട്ടെ. ഫോട്ടോണ് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ്. കുതിരനെ കണ്ടാ ചെന്ത് എനിക്ക് തരിക. കുതിരനെ കണ്ട നമുക്ക് ചവിട്ടാം. അയാളെ കാണാലോ. നമ്മളെ നാട്ടിലില്ലേ പെണ്ണെന്റെ മാനം കെടുത്ത പേര് പറയും. കട്ട് ചെയ്യാ. എനിക്കും അറിയാം. എന്താപ്പോ മറന്നു കഴിച്ചു. ഇവിടെ കണ്ട അപ്പാർട്ട്മെന്റുകൾ, ഓലെ കാറ്, ഓലെ വീട് നല്ല ക്ലീൻ ആണ്. എപ്പോഴും ക്ലീൻ ആക്കി ഇടും. വീഡിയോക്ക് നോക്കി പറയാം. അല്ലാതെ ഇങ്ങനെ വെറുതെ നല്ല രീതിക്ക് നല്ല അവതരണത്തില് പറയും. അല്ല ഇജ്ജ് നോളാ നിക്കല്ലേ. ഒരു വീഡിയോ എടുക്കുമ്പോ അതിനനുസരിച്ച് ചെയ്യും. ഇവനൊന്നും അറിയില്ല ഗൈസ്. ഓന് വീഡിയോ എടുക്കാനോ പഠിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോ മൊത്തം എടുത്ത് നല്ല സെറ്റ് ആക്കി തരും. ഞാൻ ആക്കി തരും ഗൈസ്. അപ്പൊ കൽപ്പിച്ചൂട്ടിയല്ല. അപ്പൊ നമുക്ക് ചവിട്ടാം. ഞങ്ങള് കുതിരന്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. കുതിരനൊന്ന് കാണും ഗൈസ്. കണ്ടു പറ
കുതിരനെ കാണും കഴിച്ചു അല്ലേ? എന്ത് എന്ത് കുതിരന്റെ അവിടെ ഉണ്ടാവും. ഇതാക്കണ ഇന്ന് വീഡിയോ എടുക്കാൻ എല്ലാം സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞാണ്ട് ഇതാക്കണേ. നീ ഇവിടെ നിൽക്കുക, ഞാൻ പോലീസിനെ കൊണ്ടുവരാൻ അറിയാണ്ട് ഓള് തപ്പോണ്. ഓള് വെറും കൺവിൻസിങ് ആണ്. വക്കീലിനെ കൊണ്ടുവരാൻ അറിയാണ്ട് ഇതാ ഓള് പോണേ. അപ്പൊ ഇവള് പറയണ കുതിരന്റെ ഒരു ഫാം ഉണ്ട് ഇവിടെ, അപ്പൊ അവിടേക്ക് പോകാനാണ്. അവിടെ പക്ഷെ നമ്മളവിടുത്തെ മാരിങ്ങനെ എല്ലാ ഫാമൊക്കെ കയറി ചെല്ലാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ ഇതൊക്കെ എടുക്കണ്ടേ, പെർമിഷനൊക്കെ എടുത്ത് ഓരോട് ചോദിച്ചൊക്കെ വേണ്ടേ. ഏതായാലും നമുക്ക് പോയോക്കെ. ഇന്നാള് ഞങ്ങൾ ഇതേമാതിരി ഫാമൊക്കെ പോയിട്ട് എന്താ ആ കുതിര പുറത്തേക്ക് വന്നീനി. അതാ അവള് പറയണ ആ കുതിരനെ അങ്ങനെ കാണാൻ പറ്റിയത്. അവിടെ പശുവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കാണാൻ പറ്റുമോ അറിയില്ല, നമുക്ക് പോയേക്കാം. ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടുത്തെ ജർമ്മനിത്തെ സിറ്റിയിലല്ല താമസിച്ചത്, ഒരു ഗ്രാമത്തിലാണ്, ഒരു വില്ലേജിലാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്. അത് പോണേ നമ്മളെ കൊണ്ടാട്ടി. അപ്പം നമുക്ക് ആ മുന്നിൽ കാണുന്ന ആ പെരയിലാണ് ഈ കുതിരയും കുതിരൻ്റെ ഫാമൊക്കെ ഉള്ളത്. ആ കെട്ടുകെട്ടായി വെച്ചിട്ടുണ്ടല്ലോ, അത് കുതിരൻ്റെ തീറ്റയാണ്. അത് ഈ വിൻ്ററിനൊക്കെ ഇവിടെ മഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ അവിടെ തീറ്റ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇവർ സമ്മറിൽ തന്നെ അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കിയാണ്ട് പാക്ക് ചെയ്ത് വെക്കും. വിൻ്ററിൽ ഇവർക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഏതായാലും ഞാൻ അവിടെ പോയോക്കിട്ട് കാണാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഏതായാലും നല്ല രസമാണ് കാണാൻ. നമ്മൾ നേരെ അപ്പുറത്ത് നല്ല വലിയ മലയാണ്. ഞങ്ങൾ നാളെ കയറി, നല്ല രസമാണ്. ഒരു കാടാണ്, പിന്നെ അപ്പുറത്തൊക്കെ നല്ല രസമാണ്. കുതിര കണ്ടോ? പശു ഉണ്ട്. ഇവിടുത്തെ പശു നല്ല സൈസ് കേട്ടോ, കാണാൻ നല്ല രസമാണ്. ഇത് ഇവിടുത്തെ ഒരു പശു ഫാമാണ്. സാധനം അങ്ങനെ ആക്കണ അത് പോണു. എന്തേ സൈക്കിൾ എടുക്കണ്ടേ? വീഡിയോ ഇന്നെല്ലാം കൈകാര്യം ചെയ്യണേ നമ്മളെ വൈഫാണ്. പശുവാണ് ഗൈസ്, കണ്ടോ? ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്, നോക്കുന്നുണ്ട്. അധികം നേരം നിക്കണില്ല ഗൈസ്, പോകല്ലേ നമുക്ക്. എന്താണ് പാടത്തെ ഒരു ഒറ്റ പേര, അത് നോക്കിയാൽ കാണാൻ നല്ല രസമാണ്. അത് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങല്ല റോഡ്. നമുക്ക് ആദ്യം കുതിരനെ കണ്ടു. കുതിരനെ കണ്ട എന്താ തിരിച്ച്? കുതിരനെ കണ്ടാ ഞാനക്ക് എന്താ എനിക്ക് വേണ്ടി? ഇന്ന് കുതിരനെ കാണാണ് എനിക്ക് ഒരു മൊയലാണ് വാങ്ങിയത്. ഉറപ്പാ? മൊയൽ ഓൾറെഡി വാങ്ങിക്കണല്ലോ. എന്റെ വീഡിയോയിൽ നോക്കി പറയാ, എനിക്ക് പറയാല്ലേ. ജീവല്ല മൊയല്. ഇനി അടുത്തത് ഗൈസ് നമ്മൾ കുതിരനെ കണ്ടുതരാം. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് അടുത്ത പശുവിനെ കണ്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇജ്ജല്ലേ ഈ വീഡിയോ എടുക്കണേ? ഇത് എന്താ തോന്നുന്നേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വീടായിട്ടാ തോന്നുന്നത്, പക്ഷെ ഇത് ആലയാണ് ഗൈസ്. ആല, പശുക്കളുടെ ആല. പശുക്കളുടെ ആലയാണ്. പശുക്കളുടെ ആലയാണല്ലോ. എവിടെ എന്റെ കുതിര എവിടെ? ഈ കുതിരനെ കാട്ടിത്തരാറുന്ന ആൾക്കാരെ പറ്റിച്ചാ നിക്കരുത് കേട്ടോ. അടുത്ത കുതിരനെ കാണിച്ചാ ആയിക്കോട്ടെ. ജർമ്മനിത്തെ കുതിര. നമ്മള് വണ്ടി എടുത്ത് പോവാ. പിന്നാലെ ഈ പോണ എനിക്കൊരു കുതിരനുണ്ട്, അവള് കണ്ടിട്ടില്ല. അവള് അവിടെ കാത്തിക്കണം, അതാണ് കുതിരനെ ആല. അപ്പൊ അവിടെ കുതിരാള് വരും. ഈ പോണ എനിക്ക് പേരന്റെ മുന്നിൽ ഒരു കുതിരനെ കെട്ടിക്കണം, അവള് കണ്ടിട്ടില്ല. ഓയ് കണ്ടോ? കുതിരല്ലാന്ന് ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ. രണ്ടെണ്ണോ? രണ്ട് തല, രണ്ട് കുതിര ഉണ്ട്. രണ്ടെണ്ണം, രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്.
നമ്മൾ കൊണ്ടാട്ടി കണ്ടിട്ടില്ല ഒന്ന്. എടി ഇവിടെ ഉണ്ടടി കുതിര, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. നിങ്ങളെ പറ്റിച്ചേനി ഗൈസ്, ഇവിടെ കുതിരനെ കാട്ടിത്തരാ ഇത് കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചേനി. ഞാൻ എന്റെ കഴിഞ്ഞോ, എന്നെ കൊണ്ട് കാട്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. നീ ഞാൻ കാട്ടിത്തരാ വാവ്. ഏതാ പ്രതിമ? ഈ കുതിര പ്രതിമയാണ് എഴുതി കഴിച്ച് കണ്ടിക്കണപ്പൊ. ഏത് അവിടെ നിക്കണുണ്ടോ? അത് പ്രതിമ അല്ല, പടച്ചോനൊരു ജീവണ്ട്. ഈ മന്ത് അനങ്ങണില്ലാന്ന് കരുതി അത് കുതിരാളാണേ. മൂന്ന് അതിന്റെ ബാക്കിലോക്ക് നന്നായി. ഗൈസ് ഈ കുതിരാളെ കണ്ടിട്ട് ഓളെ വിചാരിത് പ്രതിമ എന്നാണ്. കുതിരാളല്ല കണ്ടോ, നല്ല അടിപൊളി 3 കുതിരാളാണ്. വിളിച്ചോക്ക് അത് തിരിഞ്ഞടി കുതിര. നമുക്ക് കേറാൻ പറ്റുമോ ചോദിച്ചേണ്ടി വരും. കുതിര ഉണ്ട് കാഴ്ച ഉള്ളിലേക്ക് കേറാൻ പറ്റൂല. നമുക്ക് ഇവിടുന്ന് കാണാം. രണ്ട് കഴിച്ച് കുതിര അവിടെ കണ്ടോ, 2 കുതിര. ഇവിടെ ഒരു കൈതി കണ്ട, അതേമാതിരി കൈത് കാട്ടണ മാതിരി തന്നെ. അവിടെ കാട്ടിക്ക ഇന്ത്യയിലേറെ നന്നായിട്ട് കാട്ടിക്കൊണ്ട് അങ്ങോട്ട് വാ കുതിരകളെ. അപ്പുറത്തേക്ക് വാ, അപ്പുറത്തേക്ക്. അപ്പുറത്തെ തരല്ലേ, അങ്ങോട്ട് വരും റോട്ടിക്ക്. ഞങ്ങൾ ആപ്പിളൊക്കെ തരാം. പറ്റിച്ചാട്ടോ. നടക്കൂലേ ഇവിടെ കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച്. ഏതാ നമ്മള് കുതിരനെ കണ്ടിട്ട് പ്രതിമ, കുതിരനെ കണ്ടറിയില്ലോ. അത് നിക്കണ്ടിട്ടേ കുതിരാളെ മാറി അല്ല അത് ഫോണെടുത്ത നമുക്ക് വേറെ സ്ഥലത്ത് ഇവിടുത്തെ കാട്ടിക്ക് പോവാ. പൈൻ ഫോറസ്റ്റ് പോവാ. ഞാനില്ല അത് സാരല്ല. എന്നാലും ഞാൻ കുതിരനെ കാട്ടി കൊടുത്തിരുന്നു. കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെയല്ല ഓല എരുത്തേക്ക് വരും. കുതിര നമ്മളെ എരുത്തേക്ക് വരും, പക്ഷെ ഓല പൂട്ടിട്ട് കിടക്കും. പറ്റാത്ത പണിക്ക് നിക്കണോ? എടാ എന്താ ഓള് കൊറേ എടുക്കാണ് അറിയും, കൊറേ എടുക്കൂല അറിയും. ബാവ് സൈക്കിൾ എടുക്ക് നടക്ക്. അവർക്ക് വീഡിയോ എടുക്കണ്ട കരുതി. കുതിര എവിടെ? ഫാമ എവിടെ? വാവ് അത് ഏതായാലും ഇല്ല. പോ അങ്ങനെ ഒരു പട്ടിക്കാക്കണം, മതളക്കിക്കണോന്ന്. സൈസ് പട്ടില്ലേ വരും. വാവ് പോവാ. അന്യ ഇതേമാരെ എന്തേലൊക്കെ പറഞ്ഞ് വിളിച്ചണ്ടേ. ബാ എന്റെ അടുത്തുണ്ട് തിന്നാണ്ട്. ബാ പറ്റേക്കാരൻ എനിക്കറിയില്ലടി. കണ്ടോലെ പേരല്ലേ? കുട്ടിനെ ഞാൻ കണ്ടു, ചെറിയൊരു മമ്മക്കുട്ടി. കുതിരന്റെ കുട്ടി. കുതിരാളാണ്. എന്താ ഈ 2 കൈതാള് കാട്ടണേക്കാരെ പോലെ ആലോചിച്ചു. കുതിരാളാക്കണ ഓരോന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വന്ന സാധനം പോവാ. തിരിച്ചു വരുമ്പോ അതിലേ പോവാ, ഇതിലൊന്നും വരില്ല. നമുക്ക് ആ പൈൻ ഫോറസ്റ്റ് പോവാ, അവിടെ അടിപൊളിയാ. അടച്ചോനെ ബാവ് നടക്ക്, സൈക്കിൾ ഓടിക്കാ. നോണ്ട എന്നെ കൊണ്ട് ഓട്ടാൻ പോയിക്കോട്ടെ. ബാവ് കുതിരക്കാട്ടിലും കഷ്ടമാണ് മനുഷ്യന്മാരെ കാര്യം. എന്ത് ഇവിടെയാണ് ഓല ഇത് എന്താ മേയാൻ വിടൽ ഇവിടെയാണ് കുതിരാളെ. ഇവിടെ ഈ അതിര് കെട്ടിയാണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഓല വിടല്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ അല്ല,
അതാണ് അവൾ പറയുന്നത് ഇവിടെ വന്ന് കാത്തുനിന്നെ ഇവിടെ വരും ഇന്നിപ്പോൾ കാണുന്നില്ല. എന്തായാലും ഇവിടുത്തെ സ്ഥലങ്ങളൊരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ അവസാനിച്ചിട്ടുള്ളൂ, മൊത്തമായിട്ട് അവസാനിച്ചിട്ടില്ല. നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിക്കാരം. ഇനി സമ്മറിന് കാണാൻ നല്ല രസമായിക്കാരം, വെയിലും നല്ല അടിപൊളിയായിക്കാരം. ഇപ്പൊ പോകുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് അടി കിട്ടോ. ഞാൻ നിർത്തേ, എന്നിട്ട് തിരിച്ചു വാ. അപ്പൊ എന്തിനാ ക്യാമറ വാങ്ങിയെന്ന് മനസ്സിലായില്ല. വെറുതെ ഇച്ചിപ്പെടുന്നൊരു കോലുണ്ടാക്കും. എന്തിനതല്ലാണ് തച്ച് മേച്ച് കൊണ്ടുപോകാൻ. മുള്ളാണ്, മുള്ള് എടുത്തോ. ആണ്ടടി കുതിരാളെ വിട്ടോ. വൈകുന്നേരം കൂടെ നമ്മളന്ന് വൈകുന്നേരം തരട്ടോ. കജ്ജില് സൈക്കിളും ഒരു കജ്ജില് ക്യാമറയാണ്. അപ്പളേച്ച് പൊട്ടിച്ചാ ഇത് പൊടിച്ചാ വേണ്ട, പിടിച്ചു വെച്ച് നോക്കി സ്ഥലം നോക്ക്. ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മളെ നാട്ടിലത്തെ മാതിരി മുട്ടക്കുന്നാള് മൊട്ടക്കുന്നാള്. അടിപൊളി സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മള് ഇവിടുന്ന് പോവുകയാണ്. നമ്മളെ പൊണ്ടാട്ടിയാക്കണ് മുന്നിൽ പോയി നിൽക്കണ്ട. ഓള് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ഇറങ്ങി. വേണ്ടാറ് നല്ല തണുപ്പുണ്ട്. എടി എനിക്ക് വീഡിയോ എടുക്കണ്ട, വീഡിയോന്റെ പീറ മാറിയോ? നമ്മൾ അവിടെ ഒരു കാടുണ്ട്, ഈ കട പോണേ. അടിപൊളി സ്ഥലമാണ്, പൈൻ ഫോറസ്റ്റാണ് മൊത്തം. അതാണ് നമ്മൾ നേരത്തെ പോയ കുതിരൻ്റെയും പോത്തിൻ്റെയൊക്കെ ഫാം. എന്താ പറയുക, ആ അടി കാണുന്ന കവറാണ്. അതിന്നൊരു കവർ എടുക്കുക. നമ്മൾ ഈ പട്ടിയാളെ കൊണ്ടേക്കാരം ഇവിടെ എല്ലാവരും എപ്പോഴും നടക്കാൻ വരും. അപ്പോൾ പട്ടിയൊക്കെ അപ്പിടാനൊക്കെ ആ കവറിലാണ് ഇടുക. എന്നിട്ട് ആ കവറ് മുതലാളിമാർ പാക്ക് ചെയ്ത് നല്ല സൂക്ഷിച്ച് പെരിക്കൊണ്ടാവും. ഇതിലിടും ചെയ്യാ. അപ്പിട്ട് കോരിട്ടാണ്ട് അല്ലേ, കോരിടണ കണ്ടിട്ടില്ലേ? കൈ കൊണ്ട് കോരിടാ അല്ലേ? എന്നിട്ട് ഓല് ഇതിൽ കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ ഓല് പെരിക്കൊണ്ടാവും. എന്നിട്ട് അവിടെ വേസ്റ്റ് കൊണ്ടുപോയി കളയും. ഇത് അതിനായിട്ട് വെച്ചാണ്. അതിൻ്റെ അടി കാണാനൊക്കെ കവറാട്ടോ. നമുക്ക് എടുത്ത് കൊണ്ടുപോകാം നമ്മൾ പട്ടിണിയും കൊണ്ട് വരുമ്പോൾ. ഞമ്മക്കൊന്നും എടുത്താലും സാധനോ വേണ്ടി ഞാൻ നിൽക്കട്ടെ എനിക്കും വേണ്ടി. നമുക്ക് ആ പൈൻ ഫോറസ്റ്റ് പോയേക്കാൻ സ്ഥലം ഞാൻ പറഞ്ഞു, അവിടെ അടിപൊളിയാണ്. ഞാൻ നാളെ പോയേക്കാം. പോകല്ലേ നമ്മള് നടക്കാം. നമുക്ക് ആ പൈൻ ഫോറസ്റ്റിൻ്റെ കണ്ട് പോയേക്കാം. വാ അങ്ങോട്ട് പോയേക്ക. ഈ വെയിലൊന്നും കാണാണ്ട് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇവിടെ ചൂടാണ്, ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഇവിടെ ഈ ഫോറസ്റ്റ് ആട്ടോ, ഇതെല്ലാം ഫോറസ്റ്റാണ്. ഇത് പൈൻ ഫോറസ്റ്റാണ്. ഇവിടെ സാധാ ഒരു ഫോറസ്റ്റാണ്, ഒരു കാടൊക്കെ ആയിട്ടില്ല. ഈ പൈൻ ഫോറസ്റ്റ് കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മളൊന്ന് ഈ പൈൻ ഫോറസ്റ്റ് ഒന്ന് കയറി വെക്കാം. സമയം ഉണ്ടെങ്കിൽ ഈ കാട്ടൊക്കെ ഒന്ന് കയറി വെക്കാം. എടി ഇതൊക്കെ ഒരു തോട്, ഇവിടെ മീനുണ്ടോ നോക്കാം നമുക്ക്. വാ, തോടിൻ്റെ സൈഡൊക്കെ ഇതാക്കണ ഐസ്, തണുപ്പോണ്ട് ഐസ് കഴിക്കണം. ഇവിടെ തോട്ടിൽ മീനുണ്ടോ നോക്കാം നമുക്ക്. നമ്മളെ നാട്ടിലത്തെ മാതിരി
എടി ഉണ്ട് 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 ഉണ്ട്. ഓ വലിയ മീൻ. ഇവിടെ നോക്കിയാ, സത്യത്തിൽ ഇവിടെ നോക്കിയാ. ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് നോക്കിയാ. അനൊന്തൂല ഒന്തൂല. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അപ്പൊ പെണ്ണെ മീന് കാണണ്ട എനിക്ക്. അവിടെ കായുണ്ട്, ചെറിയൊരു ആയുണ്ട് അവിടെ. അതിന്റെ അടിയിൽ മീൻ കണ്ടച്ച് കാണണ്ടി മീൻ. എന്റെ കുതിര ഫാം പറഞ്ഞാണ്ട് മറ്റേ പോത്ത് ഫാം അടുത്ത നാളെ പറ്റിച്ച്. ഇതില് മീനുണ്ട. ഇതിലൊന്നും മീന് ഇവിടുത്തെ ഈ തോട്ടില് ഇതിലൊന്നും ഞാൻ മീനാളെ കണ്ടിട്ടില്ല. വേണ്ട, മീനാളെ കണ്ടിട്ടില്ല. തണുത്തിട്ടാണാവോ? ഇല്ല ഈ ഇതിലൊക്കെ ഉണ്ട്. ഇച്ചോണ്ട് ഇങ്ങനത്തെ ഈ തോടിലൊന്നും ഇല്ലോണ്ട് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് മീൻ പിടിച്ചാൽ പോകണ്ട. ഇവിടെ മീൻ പിടിച്ചാൽ ലൈസൻസ് എടുക്കണം. 400 യൂറോ ആവും ആ ലൈസൻസ് എടുക്കാൻ. നമുക്ക് മീൻ വാങ്ങി തിന്നാം, മീൻ പിടിച്ചണ്ട. പക്ഷെ എന്തായാലും ലൈസൻസ് എടുക്കും നമ്മൾ. മീൻ പിടിച്ചാൽ ലൈസൻസ് എടുക്കും. നല്ല രസമാണ് ഇവിടുത്തെ മീൻ പിടുത്തം. ജയ് പൊന്നാണ് സാധനം. ഈ സൈക്കിളൊക്കെ ഒരു സൈഡിൽ വെക്ക്, അന്നെ ശരിയാക്കി തരട്ടോ. അപ്പൊ എന്ത് വൽക്ക സൈക്കിള് പറഞ്ഞാൽ ജന ഇവിടെ ഇങ്ങനെ അലസതയായിട്ട് പോകാന്ന അലക്ക അതൊക്കെ എടുക്ക്. അതാണ് നമ്മളെ ഫാം. നമ്മള് പോയിനെ ഫാം. ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര രസല്ലേ? എനിക്ക് വലിയ രസമായി തോന്നില്ല അല്ലേ? എന്നുവെച്ച് പോയിക്കോ. ഭയങ്കര രസാണ് സൈക്കിള്. തലയിലേറ്റല്ല, അതിന്റെ മേലക്കണ ഉന്തിനെ കയറ്റ്. ആ സൈക്കിള് പുളിച്ചയാണ്ട് സൈക്കിൾ എടുക്കുവോ പറഞ്ഞാണ്ട് മനസ്സിനെ ഇന്റെ ഒന്നും കയറ്റുവോ? കുറച്ചേരത്തിനകത്തുള്ളന്ന് പൂട്ടിയേക്കോ? ഇജ്ജ് കയറ്റുവോ? ഉറപ്പാ? വേണ്ട ഗൈസ്. പിന്നെ എൻ്റെ ചെവിക്കൊരടക്കണ്ടല്ല, നമുക്ക് കയറ്റാം. ഓ പൈൻ ഫോറസ്റ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സാധനത്തിൻ്റെ മേലെ ഒരു പെരണ്ടേ. പണ്ട് ഇവിടുത്തെ രാജാവ് രാജ്ഞി ജീവിച്ചേന്. എന്നിട്ട് പണ്ട് രാജാവ് ഒരു ദിവസം അതേമാതിരി വരാന്ന് പറഞ്ഞ് പോയി, പിന്നെ വന്നില്ല. എന്നിട്ട് എന്താ രാജ്ഞി പുതിയ ഭർത്താവിനൊക്കെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചു. ഇല്ലല്ല, എപ്പോഴും മരിച്ചു. ഇപ്പം ആ പണ്ട് പോയ രാജാവില്ലേ, അതിൻ്റെ പ്രേതം എപ്പോഴും അവിടെ കടന്ന് കറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പ്രേതത്തിനെ പേടിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണ്. അയ്യോ ഇതിന് മേലൊക്കെ നോക്കിയാ അതിന്റെ മേലൊക്കെ റോഡുണ്ട്. സാധനം പോയി വെക്കണോ? സൈക്കിള് ഉന്തണം. സൈക്കിൾ അതിനെല്ലാം എടുത്തിക്കണ. സൈക്കിൾ എന്തിനാ? സൈക്കിൾ നമ്മൾ എന്തെടുത്ത് നമ്മൾ പോണത്ത് കൂടെ ഒക്കെ കൊണ്ടുപോകാനാ സൈക്കിൾ എടുത്ത്. അവിടെ നോട്ടെ വാ. ഞാൻ ഇല്ല, നിങ്ങൾ കേൾക്കണ്ടോ? ഞാൻ ഇല്ലാന്ന്. എന്താ ഞാൻ നമ്മളെ കാട്ടുക? ഒരു കയറെടുത്താണ് അടച്ചനെ. ഇതെന്താണ്? ആരെ രാജാവിന്റെ ഇതാണിത്? രാജാവ് പണ്ട് പുല്ലാള് കണ്ടിട്ടല്ല. ഇവിടെ ഇരിക്കണീനൊന്നും കുഴപ്പമില്ല, എന്നെല്ലാം കാണുന്നില്ലല്ലോ. ആ ഇതില് പച്ച കറയാവും. നീച്ചോക്ക് ഇപ്പൊ തന്നെ ആയി കാണും. നോക്ക് ഞാൻ അങ്ങനെ കൂടുതലാവും. അല്ലെ എന്തേലും ഒരു ഇല ഇട്ടിരിക്ക്. നീച്ച് ചളിയായോ? ശരിക്കുണ്ടോ? ചെറിയൊരു ചളി. മരത്തുമ്മ കയറാൻ പോയിക്കാണിക്ക്. ഇതൊന്ന് കേറിക്ക. ഈ മരത്തുമ്മ ഇജ്ജ് കേറോ? ഒരു കൊമ്പ് വരച്ചാൽ പോയപ്പോ മുള്ളു പറഞ്ഞപ്പോ
എന്നാ പിന്നെ നമുക്ക് നാട്ടിക്കണ് പോയി തെങ്ങറി ജയിച്ചാ ഒരു മിനിറ്റ് മുഗണ ഫുൾ ഇട്ടണ്ടേ റെഡി 1 2 3 കേറേ റെഡി 1 2 3 ആ ഞാ കണ്ണ് കുത്തണോക്കെ കേറിക്കൂടി അല്ല ഇഞ്ഞ ഫുള്ള് ഇറങ്ങാൻ വയ്ക്കൂ കൊറച്ചൊന്ന് കേറിക്കാം എനിക്ക് താല്പര്യമില്ല ഇജൊന്ന് കേറിക്കാം ഞാൻ അങ്ങനത്തെ കൊതുകല്ലേ കൊതുക ഗൈസ് ജർമ്മനിയിൽ അങ്ങനെ ഞങ്ങൾ കൊതുകിനെ കണ്ടു. ഞാൻ ഇതുവരെ ഇവിടുത്തെ കൊതുകിനെ കണ്ടിട്ടില്ല. ആ വെളിച്ചത്ത് പറഞ്ഞ 4 ആൾ കാണട്ടവൻ്റെ സ്വഭാവം പറഞ്ഞ കൊതുക് ആ പോയി. ഇതിന് മേലേക്ക് കുറേ ഇതുണ്ട് കേട്ടോ. മേലെ സത്യത്തിലൊരു പേരുണ്ടടി, കാണാൻ നല്ല രസമാണ്. അപ്പം നമുക്ക് വെല്ല ഇവിടുന്ന് ഇറങ്ങാം. ഇതിന് അടി മൊത്തം പച്ചപ്പാട്ടോ, നല്ല അടിപൊളി പച്ചപ്പുല്ലാണ്. ചവിട്ടാനൊക്കെ നല്ല സ്പോഞ്ചുമ്പോൾ ചവിട്ടണാര്. ഇതാണ് ഇവിടെ ചർച്ചിട്ടോ, ഇവിടെ ചർച്ച നോക്ക്. കുതിരൊന്നുമില്ലഞ്ഞ് ഞാൻ പേരിക്കുവാണ്, കുതിരൊന്നുമില്ല. ഇജ് വെറുതെ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയാലേ. ഞങ്ങൾ കുതിരനെ കാണാൻ വന്നതേനി പക്ഷെ ഓല് പുറത്ത് വിട്ടിട്ടില്ല. എന്ത് കുതിര? ആ കുതിരനെ ബാക്കി പറ. അപ്പൊ പക്ഷെ എന്നാലും കാണുന്നുണ്ട്. എന്ത് കുതിരനെ കാണാൻ വന്നേനി പക്ഷെ ഒരു പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോകുമ്പോ ഒന്നുകൂടി നോക്കാടുണ്ടോന്ന്, ഇല്ലെങ്കിൽ നമുക്ക് പോയിക്കോണ്ട്. ഞാൻ ഇതിലേ പോണ്. ക്യാമറ കൊണ്ട് പോയിക്കോ. പോയിക്കോ, ഞാൻ സൈക്കിൾ കൊണ്ട് പോയിക്കോണ്ട്. എന്നാലും വേണ്ടില്ല. എന്താ അത്, എന്തൊരു കുതിരയാണ്. അത്ര കണ്ടാ മതി കുതിരനെ. ഞാൻ അത്ര ഇഷ്ടാണ് ഈ കുതിരനെ കണ്ടത്. അല്ലല്ല അപ്പൊ ഗൈസ് നമുക്ക് ഇതിലെ പോകാൻ പറഞ്ഞ മാതിരി കുതിരനൊരു വീടുണ്ടാവില്ല. അതിനൊന്നും കാണൂല, അതിനത്ര കാണുള്ളൂ ഗൈസ്. പിന്നെ വെറുതെ പോയാണ്ട് അവിടെ ഇങ്ങനെ കായില്ലാത്ത ഇറച്ചി കിക്കണായി നിക്കണ്ടല്ലോ. നമുക്ക് ഇഞ്ഞൊരു ദിവസം വരുമ്പോ നമുക്ക് ഈ കുതിരനെ ഇതേമാതിരി മഞ്ഞത്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തും, ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ചാണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അല്ലേ സാധനം? അതുപോലെ നല്ല തൊപ്പിയൊക്കെ കൊടുത്ത് നല്ല ഷാളൊക്കെ ഇട്ട് നിർത്തും. സത്യത്തിലാണ്, തമാശല്ല. മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കൊടുക്കും. അല്ലടി അങ്ങനെ ഉണ്ട്. എന്താ പിന്നെ ഷാളൊന്നും ഇടൂലല്ലോ. പോയി ഇവർക്ക് വിന്ററിനൊരു കോട്ട് ഇട്ട് കൊടുക്കും ജസ്റ്റ് മേത്ത് കുതിരക്ക്. മേലേക്ക് റോഡുണ്ട്, മേലേക്ക് പോകണേ നല്ല രസമാണ് കാണാൻ. നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അറ്റം വരെ റോഡുണ്ട്. ഇതിൽ സൈക്കിളും കൊണ്ട് പോവാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് വെച്ചാൽ മേലേക്കറ്റ ചവിട്ടാനൊക്കെ എനിക്കും വെച്ചാൽ ആകണത്. മേലേക്കുള്ള റോഡാണിത്. കുറേ മേലെ പോയാൽ അവിടെ ഒരു വീടൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതാണ്. കുറേ കാലമായിട്ട് ഞങ്ങൾ സൂര്യനൊന്നും കാണില്ല. അപ്പം ഇന്ന് സൂര്യനെ കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങിയാണ്. സനെ പോയാലോ ഗൈസ്? അങ്ങനെ നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഈ പൈൻ ഫോറസ്റ്റിൽ മാത്രമേ ഉള്ളൂ, ഈ മരത്തിന് മാത്രമേ ഉള്ളൂ ഇലകളൊക്കെ. ഇവിടുത്തെ ഈ മരത്തുമത്തെ ഇലകൾ മൊത്തം കൊഴിഞ്ഞിരിക്കണം. ഇത് വേറൊരു ഫോറസ്റ്റാണ്. അതിമത്തെ ഇലകൾ മൊത്തം കൊഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോൾ ഇതിലെല്ലാം ഇലകളൊക്കെ വന്ന് നല്ല രസകരം കാണാൻ. ഇപ്പം ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഓട്ടം സീസൺ ആകുമ്പോൾ ഇവിടെ മഞ്ഞ കളറ് പച്ച ഇത് അത് കാണാൻ നല്ല രസകരം ഈ വിൻ്ററിൻ്റെ മുന്നേ. ഇനിയിപ്പോൾ ഏതായാലും വിൻ്റർ കഴിയാനായി, സമ്മറാകട്ടെ. അത് തണുത്ത് മനസ്സോ ചത്തിക്കണ്. സമ്മറാകാനാണ്, സമ്മറായിട്ട് വേണം നമുക്ക് കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സാധനം. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ
പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്താ പറയുക, ഈ കാട്ടിൽ കൂടെ. ഇത് സാധാ ഒരു കാടാട്ടോ, പക്ഷെ ഇവിടെ മരത്തുമെന്നേ അല്ലല്ല, വിന്റർ ആയതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോയിക്കണ്. ഈ കാട്ടിക്ക് നമ്മള് ഫസ്റ്റ് വന്നൊരു കഥല്ലേ, രാത്രി വന്നീനി കഴിച്ച് ഞങ്ങള് തിരിച്ചോടിയത്. ഈ കാട്ടിൽ ഞങ്ങൾ ഒരു ദിവസം രാത്രി വന്ന് നോക്കിന്. അങ്ങനെ കഴിച്ച് പുറത്ത് നല്ല തണുപ്പാണ്. ഈ വെയിൽ തന്നെ നോക്കണ്ട, പെരും തണുപ്പാണ്. എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, ഫോൺ പിടിച്ച് നടക്കാനൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, ബെല്ലൈക്കണും നിൽക്കുക, ബെല്ലൈക്കൺ ചെയ്യാന്ന് അത് പറയില്ലല്ലേ. ഇവള് വളവത്തിയാണ്. ഇവള് എല്ലാം നല്ല സ്റ്റാൻഡേർഡിൽ പറഞ്ഞാണ്ട് മെയിൻ ആകാൻ നിക്കാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. സാധനം മര്യാദക്കാണ് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. കരുന്നോളാണ്. ഈ വീഡിയോ എടുക്കുമ്പോ ഇതായി നിക്കാണ്, സ്റ്റാൻഡേർഡായി നിക്കാണ്. സാധനം അതിന്റെ ആവശ്യമല്ല, നിക്കണ മാതിരി നിക്ക്. അപ്പൊ ഗൈസ് പിന്നെ കാണാ. ബൈ.